നമസ്കാരം, എല്ലാവർക്കും ഹെൽത്തി ടേസ്റ്റിയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്കൊരു അൺബോക്സിങ് വീഡിയോ ആയാലോ. ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള പീജിയോൻ്റെ നോൺ സ്റ്റിക്ക് കുക്ക്വെയർ സെറ്റ്, 1000 രൂപയുടെ ഒരു സെറ്റാണിത്. അപ്പോൾ ഇതെങ്ങനെയുണ്ടെന്ന് നമുക്കിന്നൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതിലിപ്പോൾ വരുന്നത് 3 പാത്രങ്ങളാണ്. അതായത് ഒരു ഫ്രൈ പാൻ ഉണ്ട്, നമുക്കൊരു ചപ്പാത്തി അല്ലെങ്കിൽ ദോശ ഉണ്ടാക്കുന്ന ഒരു തവയുണ്ടാവും, അതുപോലെ ഒരു കടായി ഉണ്ടാവും. അതിന് ഒരു ഗ്ലാസിൻ്റെ ഒരു അടപ്പും വരുന്നുണ്ട്. പിന്നെ ഒരു 4 നൈലോൺ ടൈപ്പിലുള്ള തവി, അങ്ങനെയുള്ള ഒരു സെറ്റും ഇതിനോടൊപ്പം വരുന്നുണ്ട്. പക്ഷേ റിവ്യൂ നോക്കുന്ന സമയത്ത് അത് അത്ര ക്വാളിറ്റി ഉള്ളതായിട്ടല്ല എല്ലാവരും പറയുന്നത്. ഈ പാത്രങ്ങളൊക്കെ നല്ലതാണ്, പക്ഷേ അതിനോടൊപ്പം വരുന്ന തവിയൊന്നും അത്ര ക്വാളിറ്റി ഉള്ളതായിട്ട് ആൾക്കാർ പറയുന്നില്ല. എന്തായാലും നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഞാനിത് വാങ്ങിച്ചത് ആമസോണിൽ ഇന്ത്യൻ ഫെസ്റ്റിവൽ വന്ന സമയത്താണ്. ഇത് ശരിക്കും ഒരു ഗിഫ്റ്റായിട്ടൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു നോൺ സ്റ്റിക്ക് സെറ്റാണ്. ഞാൻ വാങ്ങിച്ച സമയത്ത് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 1099 രൂപയായിരുന്നു. അതിങ്ങനെ മാറി മാറി വരുന്നുണ്ട്. അതായത് 1399 രൂപ വരെ ഇത് കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ വാങ്ങിച്ചത് 1099 രൂപയ്ക്കാണ്. പക്ഷേ ഇതിൻ്റെ ഈ പായ്ക്കിൽ കാണിച്ചിരിക്കുന്നത് 2000 രൂപയ്ക്ക് മുകളിലാണ് ഇതിൻ്റെ പ്രൈസ് എന്നാണ്. ഇത് വന്നത് ആമസോണിൻ്റെ ഒരു ബോക്സിലാണ്. അപ്പോൾ ആ ബോക്സ് കണ്ട സമയത്ത് അത് വളരെ മോശം ഒരു കണ്ടീഷനിലായിരുന്നു. അപ്പോൾ അത് കണ്ട സമയത്ത് ഞാൻ വിചാരിച്ചത് ഇതിൻ്റെ അകത്ത് പാത്രങ്ങളൊന്നും കാണത്തില്ല, എല്ലാം തവിട് പൊടിയായി കാണുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ പിജിയോൻ്റെ ഈ പാക്കറ്റ് നന്നായിട്ട് തന്നെ അതിലുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് തുറന്നു നോക്കാം, എന്തെങ്കിലും കുഴപ്പം വന്നിട്ടുണ്ടോ, പാത്രങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ അവർ വെച്ചിരിക്കുന്നത് ആ തവിയുടെ ഒരു സെറ്റാണ്. ഇത് നമുക്ക് പിന്നീട് നോക്കാം. ഇതൊരു പ്ലാസ്റ്റിക് കവറിലാക്കി ഇങ്ങനെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി പാത്രങ്ങളൊന്ന് നോക്കാം. ഇങ്ങനെയാണ് അവരത് പാക്ക് ചെയ്തിട്ടുള്ളത്. ബബിൾ റാപ്പ് വെച്ചിട്ടാണ് അവർ പാക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം തവ, പിന്നെ ഫ്രൈ പാൻ, പിന്നെ കടായി, ആ ഗ്ലാസ് ലിഡും എന്നുള്ള ഒരു ഓർഡറിലാണ് അവരിത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഇരിക്കുന്നത് കടായിയും ഗ്ലാസ് ലിഡുമാണ്. അത് നമുക്കൊന്ന് എടുത്തു നോക്കാം. ഇതിൻ്റെ ഈ 2 സൈഡിലും ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് അമങ്ങിയിട്ടുണ്ട്, അതൊന്ന് ചളങ്ങി പോയിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നു ഈ പാക്ക് ചെയ്തിട്ട് ഇങ്ങ് എത്തിയ സമയത്ത് പറ്റിയതായിരിക്കാം. അതായത് ഇങ്ങ് നമുക്ക് കൊറിയർ എത്തിച്ച സമയത്ത് സംഭവിച്ചതായിരിക്കാം അത്. ഇതുപോലെ ഈ 2 സൈഡിൽ ചെറുതായിട്ട്, അതല്ലാതെ മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എനിക്കിപ്പോൾ ഇതേപോലെ വേറെ 2-3 പാത്രങ്ങൾ ഉള്ളതുകൊണ്ട് പ്രോബ്ലം ഇല്ല. ഇപ്പോൾ വലിയ പ്രോബ്ലം എന്തെങ്കിലും ഉണ്ടെങ്കിലും നമുക്ക് ഈ പ്രോഡക്റ്റ് റിട്ടേൺ ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. അപ്പോൾ ഇതിന് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല, ഇത് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ഈ കടായി ഒന്ന് നോക്കാം. ഓക്കെ, ഇതിൽ വാറൻറ്റി കാർഡൊക്കെ വെച്ചിട്ടുണ്ട്. പിജിയോൻ്റെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട് നടുവിൽ. പാത്രം അങ്ങ് ഒരുപാട് കനം ഉള്ള പാത്രമല്ല. നമുക്ക് ആ ഒരു പ്രൈസിൽ കിട്ടുമ്പോൾ ഓക്കെയാണ്. എന്നാലും നമ്മൾ നോർമൽ, അതായത് കുറച്ച് വിലയുള്ള ഒരു നോൺ സ്റ്റിക്ക് പാത്രം വാങ്ങിക്കുന്നതിനേക്കാൾ കുറച്ച് വ്യത്യാസം ഉണ്ടാവും ഇതിന്. അപ്പോൾ ആ വിലയുടെ അനുസരിച്ച് കുറച്ച് കനം കുറവോ അല്ലെങ്കിൽ വലിപ്പം കുറവൊക്കെ ഉണ്ടാവും. ഈ പാത്രത്തിൻ്റെ അടിവശം ഒരുപാടങ്ങ് ഫ്ലാറ്റ് അല്ല, കുറച്ചൊന്ന് കുഴിഞ്ഞ പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് പാലപ്പം ഉണ്ടാക്കാം. ഇപ്പോൾ വീട്ടിൽ പാലപ്പം ഉണ്ടാക്കാനുള്ള പാത്രം ഇല്ലാത്തവരാണെങ്കിൽ വേണമെങ്കിൽ ഇത് കടായി ആയിട്ടോ അല്ലെങ്കിൽ ഈ പാലപ്പം ഉണ്ടാക്കുന്ന പാത്രമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് ഈ ഗ്ലാസ് ലിഡ് വെച്ചൊന്ന് അടച്ചു നോക്കാം. ഒക്കെ കറക്റ്റ് പാകമാണ്. അപ്പോൾ ചെറുതായിട്ടൊന്ന് ചളങ്ങിയിട്ടുണ്ടെന്നേ ഉള്ളൂ, അത് നമുക്ക് നൂത്തെടുക്കാൻ പറ്റും. അപ്പം ഈ 3 പാത്രത്തിനും ചേരുന്ന പോലത്തെ ഒരു അടപ്പാണിത്. അപ്പോൾ അങ്ങനെ 3 എണ്ണത്തിന് വേണമെങ്കിലും ഇത് ഉപയോഗിക്കാം. അടുത്തത് ഫ്രൈ പാനാണ്. ഓക്കെ, ഇതും സ്ക്രാച്ചൊന്നും വീഴാതെ നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഒരുവിധം വലിപ്പമുള്ള ഒരു ഫ്രൈ പാനാണിത്. ഒരുപാട് വെയിറ്റൊന്നും ഈ ഫ്രൈ പാനില്ല, നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാവുന്ന ഒരു വെയിറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കയ്യിൽ ഒതുക്കി ഇങ്ങനെ പിടിക്കാൻ പറ്റുന്ന ഒരു ഫ്രൈ പാനാണ്. കൊള്ളാം, നല്ലൊരു പ്രോഡക്റ്റാണ്. ഇനി നമുക്ക് ദോശത്തവ അല്ലെങ്കിൽ ദോശപ്പാൻ ഒന്ന് നോക്കാം എങ്ങനെ ഉണ്ടാവുമെന്ന്. ഇതിനൊരുവിധം നല്ല വലിപ്പമുണ്ട്. അങ്ങ് തീരെ ചെറിയൊരു തവയല്ല, കുറച്ച് നല്ല വലിപ്പത്തിൽ വേണമെങ്കിൽ നമുക്ക് മസാല ദോശയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വലിപ്പത്തിലുള്ള ഒരു തവയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഈ കടായിയും ഫ്രൈ പാനും ഒരേ അളവ് തന്നെയാണ്, അതായത് 24 സെൻറ്റിമീറ്ററാണ്, 24 സെൻറ്റിമീറ്ററാണ് ഈ രണ്ടും. നമുക്ക് തവ വരുന്നത് കുറച്ചുകൂടി വീതിയിലാണ്, കുറച്ചുകൂടി വലിപ്പത്തിലാണ്, അത് 28 സെൻറ്റിമീറ്ററാണ്. ഇതിനോടൊപ്പം വന്ന ഈ സെറ്റ് കൂടി നമുക്കൊന്ന് നോക്കാം.
ഞാനിതിൻ്റെ റിവ്യൂ നോക്കിയ സമയത്ത് ഇതിന് മാത്രം ആരും നല്ലൊരു റിവ്യൂ കൊടുത്തിട്ടില്ല. കാരണം നൈലോൺ പോലെ അത്ര നന്നായിട്ട് നല്ല പെർഫെക്റ്റായിട്ട് ഇത് വർക്ക് ചെയ്യുന്നില്ല എന്നതാണ് അവർ പറയുന്ന കാരണം. ഇത് ചൂട് തട്ടിക്കഴിഞ്ഞാൽ ഇതിന് പ്രശ്നം വരും എന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു സെറ്റിൽ വരുന്നത്. 1099 രൂപ മുതൽ 1399 രൂപ വരെ ആയിരുന്നു അതിൽ പ്രൈസ് കാണിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ വ്യത്യാസം വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ആദ്യമായിട്ട് നോൺ സ്റ്റിക്ക് പാത്രമൊക്കെ ഒന്ന് വാങ്ങിച്ച് ഉപയോഗിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളോ അല്ലെങ്കിൽ അധികം വില കൊടുക്കാൻ താല്പര്യമില്ലാത്തവർക്കൊക്കെ ഈ ഒരു സെറ്റ് ഒന്ന് വാങ്ങിച്ച് പരീക്ഷിക്കാം. അതേപോലെ ഗിഫ്റ്റ് കൊടുക്കാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ ഗിഫ്റ്റായിട്ട് വേണമെങ്കിൽ നമുക്കിത് കൊടുക്കാൻ പറ്റും. നിങ്ങൾക്കിത് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ആമസോണിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ളവർക്ക് വാങ്ങിക്കാം. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.